വിവാഹമോചനം നേടിയ ശേഷം യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് മുൻ ഭാര്യയുടെ ബന്ധുക്കൾ. കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശി വക്കാനം വടക്കിൽ എബിൻ സണ്ണിക്കാണ് മർദ്ദനമേറ്റത്. വധഭീഷണിയെ തുടർന്ന് എബിനും കുടുംബവും ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ തോട്ടുമുക്കത്തെ വക്കാനം വടക്കിൽ വീട്ടിൽ എബിൻ സണ്ണിയും തോട്ടുമുക്കം സ്വദേശിനി ഊട്ടുകുളത്തിൽ സൗമ്യയും 8 വർഷത്തെ ബന്ധത്തിനു ശേഷം ഏപ്രിൽ 10-ന് വിവാഹമോചനം നേടിയിരുന്നു. അന്ന് രാത്രി തന്നെ സൗമ്യയുടെ പിതാവ് സണ്ണിയും ബന്ധുക്കളും എബിന്റെ വീട്ടിൽ ആയുധങ്ങളുമായി എത്തി ആക്രമിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ എബിനും 7 വയസ്സുള്ള മകൻ ആരോണിനും എബിന്റെ അമ്മ സിസിലിക്കും സാരമായി പരിക്കേറ്റു. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു 6:30യോടുകൂടി ഭാര്യയുടെ പിതാവ് വീട്ടിലേക്ക് കയറി വന്നിട്ട് ഭാര്യ പിതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അതിനുശേഷം 8:30യോടുകൂടി രാത്രി വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുട്ടിയും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് രാത്രി ഒരു ഗുണ്ടാ സംഘങ്ങളെ പോലെ വന്ന് എന്നെയും എൻ്റെ കുട്ടിയെയും എൻ്റെ അമ്മയും ക്രൂരമായി മർദ്ദിച്ചു. വൈകിട്ട് 6 മണിയോടെ ഭാര്യാപിതാവ് വീട്ടിൽ വന്ന് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നുവെന്നും എബിൻ പറഞ്ഞു. എബിന്റെ വീട്ടിലേക്ക് സംഘം വരുന്നതിന്റെയും ഇവരെ മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സഹിതം അരീക്കോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലുമെന്ന ഭീഷണിയുള്ളതിനാൽ വീട് മാറി ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എബിനും കുടുംബവും. ന്യൂസ് മലയാളം, കോഴിക്കോട്.